ഹായ് ഹലോ നമസ്കാരം. നമ്മൾ ഇൻട്രാഡേയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ടൈം ഫ്രെയിമുകളാണ് ഈ 5 മിനിറ്റ്സും അതുപോലെ തന്നെ ഈ 50 മിനിറ്റ്സ് ടൈം ഫ്രെയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ടൈം നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ രാവിലെ എൻ്റർ ചെയ്തിട്ട് നമ്മൾ ഒരു 2-3 മണിക്കൂറോ അല്ലെങ്കിൽ 4 മണിക്കൂറൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള ട്രേഡ്, അതായത് കുറച്ചുകൂടെ ബിഗ്ഗർ ടാർഗറ്റ് വയ്ക്കുന്ന സ്കാൽപ്പിംഗ് അല്ലാത്ത ട്രേഡുകളിലാണ് നമ്മൾ 50 മിനിറ്റ്സ് ചാർട്ട്സ് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ 5 മിനിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് കുറേ കൂടെ ചെറിയ ടാർഗറ്റും ചെറിയ സ്റ്റോപ്പ് ലോസും വയ്ക്കുന്ന ക്വിക്കായിട്ട് മാർക്കറ്റിൽ എൻ്റർ ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യുന്ന കുറച്ചുകൂടെ സ്കാൽപ്പിംഗ് ടൈപ്പ് സ്ട്രാറ്റജീസിലാണ് നമ്മൾ കൂടുതലും ഈ 5 മിനിറ്റ്സ് ചാർട്ടിൻ്റെ ടൈം ഫ്രെയിം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ ടൈം ഫ്രെയിം എങ്ങനെയൊക്കെയാണ് ഇൻട്രാഡേയിൽ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ 5 മിനിറ്റ്സും അതുപോലെ തന്നെ 50 മിനിറ്റ്സും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 5 മിനിറ്റ്സും 50 മിനിറ്റ്സ് ചാർട്ടിൻ്റെ ടൈം ഫ്രെയിമിൽ നമ്മൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ള, എങ്ങനെയാണ് നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഇൻട്രാഡേയിൽ. അപ്പോൾ ആദ്യം തന്നെ 50 മിനിറ്റ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 50 മിനിറ്റ്സ് ചാർട്ടിൻ്റെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് കുറേ ലാർജർ ടൈം ഫ്രെയിം. അതായത് നമ്മൾ ഇൻട്രാഡേയിൽ ചാർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറുമൊക്കെ ചാർട്ടിംഗ് പ്ലാറ്റ്ഫോമിൽ 50 മിനിറ്റ് ചാർട്ടിൽ 15 മിനിറ്റ്സ്, അത് കഴിഞ്ഞാൽ 30 മിനിറ്റ്സ്, മാക്സിമം 30 മിനിറ്റ്സ്. 30 മിനിറ്റ്സ് നമ്മൾ നമ്മുടെ ട്രേഡിംഗ് ടൈം ഓവറോൾ ഒരു 6 മണിക്കൂറൊക്കെ നമുക്ക് ഏകദേശം ട്രേഡിംഗ് ടൈം ഇൻട്രാഡേയിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് ഹയർ ടൈം ഫ്രെയിം ഇൻട്രാഡേയിൽ യൂസ് ചെയ്തിട്ട് കാര്യമില്ല. കുറേ കൂടെ ഒരു ഒപ്റ്റിമം ആയിട്ടുള്ള, എന്നാൽ ഇൻട്രാഡേയിലെ മാക്സിമം നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു ടൈം ഫ്രെയിമാണ് 50 മിനിറ്റ്സ് ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഇൻട്രാഡേയിൽ കുറേ കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ടൈം ഫ്രെയിം ആയിരിക്കും. അതായത് ഇൻട്രാഡേയിൽ ചെറിയ ടൈം ഫ്രെയിം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 മിനിറ്റൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് ആയിട്ടും ചെറിയ ടൈം ഫ്രെയിമാണ്. അതിലൊരുപാട് ഫ്ലക്ച്വേഷൻസും മാർക്കറ്റിലുണ്ടാവും. സ്കാൽപ്പിങ്ങിനല്ലാതെ നമുക്ക് ലാർജർ ആ ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് ഇൻട്രാഡേയിൽ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് 1 മിനിറ്റ് ടൈം ഫ്രെയിമിൻ്റെ ചാർട്ടിൽ കഴിയാറില്ല. അപ്പോൾ നമ്മൾ ലാർജറായിട്ട് ആ സ്റ്റോക്ക് എങ്ങോട്ടാണ് ആ ഒരു ഹോൾ ഡേ മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എപ്പോഴും 50 മിനിറ്റ്സ് ചാർട്ടാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഞാനൊരു 50 മിനിറ്റ്സ് ചാർട്ടിൻ്റെ ഒരു HCL ടെക്കിൻ്റെ ഒരു 50 മിനിറ്റ്സ് ചാർട്ടാണ് ഈ കാണുന്നത്. ഇത് ഒരു 50 മിനിറ്റ്സ് ചാർട്ടാണ്. നമുക്ക് ഇതാണ് ഇൻട്രാഡേ ചാർട്ട് ചെയ്യുന്നത്. ഈ ഒരു താഴേക്കുള്ള മൂവ്മെൻറ്റ് കണ്ടോ, ഇത് നമ്മൾ ഈ 50 മിനിറ്റ്സ് ചാർട്ട് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് അറിയാനായിട്ട് പറ്റും നമുക്ക് ഈ ഒരു ട്രെൻഡ് ഡൗൺ തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റോക്കിൻ്റെ ഓവറോൾ ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് 50 മിനിറ്റ്സ് ചാർട്ട് യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് പറ്റും. എന്നിട്ട് അവസാനം നോക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് ഫ്ലാറ്റായിട്ട് പോയിട്ടുണ്ട്. ഒരു റീട്രേസ്മെൻറ്റിനുള്ള സാധ്യതയോ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്ലാറ്റായിട്ട് പിന്നെ താഴേക്ക് വരാനുള്ള സാധ്യതയൊക്കെയാണ് കാണുന്നത്. ഇതിപ്പോൾ ഒരു ഫുൾ ഡേ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതായിരുന്നാലും നമ്മുടെ ടൈം നമ്മൾ കുറച്ചൊന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു മണിക്കൂർ ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ 50 മിനിറ്റ്സ് ചാർട്ടിൻ്റെ ഓവറോൾ ട്രെൻഡ് നമ്മൾ ഇൻട്രാഡേയിൽ മനസ്സിലാക്കാനായിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ 5 മിനിറ്റ്സ് ചാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും 5 മിനിറ്റ്സ് ചാർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതും വലുതായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും, അല്ലെങ്കിൽ ചെറിയ ഫ്ലക്ച്വേഷനും ചെറിയ ബൈങ്ങിനും ചെറിയ സെല്ലിങ്ങിനും ആയിട്ടുള്ള എല്ലാ മിക്കവാറും കാര്യങ്ങളിലും ആ ഒരു 5 മിനിറ്റ്സ് ചാർട്ട് ടൈം ഫ്രെയിം റെസ്പോണ്ട് ചെയ്യും എന്നുള്ളത്. അതായത് താഴേക്ക് വരുന്ന ഇപ്പോൾ ഈ ഒരു ഡൗൺ വന്നിരിക്കുന്ന ഈ ഒരു 50 മിനിറ്റ്സിൽ ഡൗൺ വന്നിരിക്കുന്ന ഈ ടൈം ഫ്രെയിമിലും ഒരുപാട് 5 മിനിറ്റ്സ് ചാർട്ടുകൾ ഉണ്ടാവും. അതിൽ പലതും ചിലപ്പോൾ അപ്പായിരിക്കും. അപ്പോൾ ചെറിയ ഒരു കാര്യങ്ങളിൽ പോലും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു ടൈം ഫ്രെയിമാണ് 5 മിനിറ്റ്സ്. നമുക്ക് വേണമെങ്കിൽ 1 മിനിറ്റ് യൂസ് ചെയ്യാം. 1 മിനിറ്റ് പക്ഷേ ഒരുപാട് ഫ്ലക്ച്വേറ്റിംഗ് ആയിപ്പോവും. എന്നാൽ ഒരുപാട് ഫ്ലക്ച്വേറ്റിംഗ് അല്ല, ഒരുപാട് വലിയ ടൈം ഫ്രെയിം അല്ലാതെ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ടൈം ഫ്രെയിമാണ് 5 മിനിറ്റ് ചാർട്ടിൻ്റേത്. അപ്പോൾ ഈ 5 മിനിറ്റ് ചാർട്ടിൻ്റെ ഒരു സെയിം HCL ടെക്കിൻ്റെ 5 മിനിറ്റ് ചാർട്ടിൻ്റെ ഒരു ലാസ്റ്റ് നമ്മൾ ഈ ഒരു കണ്ട ഫ്ലാറ്റ് 50 മിനിറ്റ്സിൽ കണ്ട ഈ ഫ്ലാറ്റാണ് ഈ കാണുന്ന 5 മിനിറ്റ്സിൻ്റെ ഈ കാണുന്നത്. ഇതിൽ കാണുമ്പോഴത്തേക്ക് ഒരു അപ് ട്രെൻഡ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ 5 മിനിറ്റ്സും അതുപോലെ 50 മിനിറ്റ്സ് ചാർട്ടുകൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു HCL ടെക്ക് നമ്മൾ അടുത്ത ദിവസം ട്രേഡിങ്ങിനായിട്ട് എടുക്കുകയാണ്. നമുക്ക് ഈ ഒരു ചാർട്ടിൽ ഒരു ഇംപ്രൂവ്ഡ് ഡിസിഷൻസ് 2 ടൈം ഫ്രെയിം ഉപയോഗിച്ചിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ 50 മിനിറ്റ്സിൻ്റെ വലിയ ടൈം ഫ്രെയിം എന്താണ്, ഒരു മാർക്കറ്റിംഗ് ഡയറക്ഷൻ എന്ന് പറഞ്ഞത് ഇൻട്രാഡേയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ നമുക്ക് ലോജിക്കലായിട്ട് തോന്നുന്ന ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ ഡൗൺ ആണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഡൗൺ ആവുന്ന നമ്മൾ മനസ്സിലാക്കി ചാർട്ട്, അതായത് ട്രെൻഡ് ഡൗൺ ആണ്. അതായത് നമുക്ക് ട്രേഡ് ചെയ്യേണ്ടത് ഡൗൺ ലെവലിലേക്കാണ്. അതായത്
ട്രെൻഡ് ഡൗൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് സെല്ലാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഉറപ്പായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് മാർക്കറ്റിൽ അറിയേണ്ടത് എപ്പോൾ എൻട്രി ചെയ്യണമെന്നുള്ളതാണ്, ഏത് പ്രൈസിൽ എൻട്രി ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ട്രെൻഡ് ട്രേഡ് ചെയ്യുമ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ട്രെൻഡ് ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ലത് നമ്മൾ ഡൗൺ ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ അത് റീട്രേസ് ചെയ്ത് കുറച്ചൊന്ന് മുകളിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ സെല്ല് ചെയ്യുന്നതാണ് നല്ലത്. അത് റീട്രേസ്മെൻ്റ് ആണോ അതോ അതൊരു ആ ഒരു ട്രെൻഡ് അവിടെ തീർന്നിട്ട് പിന്നെ ഒരു അപ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തതാണോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ ചെറിയ ടൈം ഫ്രെയിം യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നമുക്ക് അറിയാനായിട്ട് മാർഗ്ഗമുണ്ട്. കുറച്ചുകൂടെ ലാർജർ ടൈം ഫ്രെയിമിൽ, അതായത് 50 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിൽ ഡൗൺ ആണ് വരുന്നത്, എന്നിട്ട് 5 മിനിറ്റ്സിൻ്റെ ചാർട്ട് നമ്മൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്തരം സ്റ്റോക്കുകൾ നമ്മൾ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ 5 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യുക. ആ ഒരു സ്റ്റോക്കുകളെ 5 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിൽ സ്വിച്ച് ചെയ്തിട്ട് ആ സ്റ്റോക്ക് മുകളിലേക്ക് വരുന്നത്, ഇപ്പോൾ ഡൗൺ ട്രെൻഡിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. മുകളിലേക്ക് വന്നിട്ട് ഈ 5 മിനിറ്റ്സ് വളരെ ഈസി ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതുകൊണ്ട് തന്നെ അതൊരു റീട്രേസ്മെൻ്റ് ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ ഇതൊന്ന് കുറച്ച് മുകളിലേക്ക് വന്നിട്ട് താഴേക്ക് വരാൻ തുടങ്ങി. 5 മിനിറ്റ്സിൻ്റെ ചാർട്ട് ആ ഒരു ലെവലാണ്, അതായത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ താഴേക്ക് വരാൻ ശ്രമിക്കുന്ന ആ ഒരു ടൈം ഫ്രെയിം, ആ ഒരു ലെവലാണ് നമുക്ക് നോട്ട് ചെയ്തിട്ട് ഡൗൺ ട്രെൻഡ്. കാരണം ആ ഒരു മെയിൻ ഡൗൺ ട്രെൻഡ് അവിടെ നിന്ന് റെസ്യൂം ചെയ്ത് താഴേക്ക് വരാനുള്ള സാധ്യതയാണ് അവിടെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ 50 മിനിറ്റ്സിൻ്റെ ചാർട്ട് ഫ്രെയിമിൽ നമുക്ക് അറിയാൻ പറ്റില്ല. 50 മിനിറ്റ്സിൻ്റെ ടൈം ചാർട്ടിൽ അറിയാൻ പറ്റും. അത് അറിയുമ്പോഴത്തേക്കും ഒരുപാട് പ്രൈസിന് താഴെ എത്തിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് അതിൽ ട്രേഡ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ട്രേഡിൻ്റെ ഡിസൈഡേഷൻ അല്ലെങ്കിൽ സ്റ്റോക്ക് സെലക്ഷൻ നമ്മൾ 50 മിനിറ്റ്സിൻ്റെ ചാർട്ടിലും, അതുപോലെ തന്നെ എൻട്രി എങ്ങനെ ചെയ്യണം, എൻട്രി എപ്പോൾ ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാണ് 5 മിനിറ്റ്സിൻ്റെ ചാർട്ട്, ഈ അവസാനം കണ്ടത്. ഇത് ഇവിടെ ഒരു ഹൈ ഉണ്ടാക്കിയിട്ട് പിന്നെ താഴേക്ക് വരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അത്തരം ഡിസിഷൻസൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ട് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 5 മിനിറ്റ്സിൻ്റെ ചാർട്ട് യൂസ് ചെയ്യാം. അങ്ങനെ 50 മിനിറ്റ്സിൻ്റെയും 5 മിനിറ്റ്സിൻ്റെയും അഥവാ ഒരു വലിയ ടൈം ഫ്രെയിമും അതുപോലെ തന്നെ ചെറിയ ടൈം ഫ്രെയിമും കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ട്രേഡിങ് ഡിസിഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ട്രെൻഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ മാത്രമല്ല, അത് നമ്മൾ മാർക്കറ്റിൽ ടൈമിംഗ് ചെയ്യാനും എപ്പോൾ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യണമെന്നുള്ള കാര്യം വളരെ ആക്യുറേറ്റായിട്ട് ടൈമിംഗ് ചെയ്യാനും നമുക്ക് പറ്റും. അപ്പോൾ അത് വഴി നമ്മുടെ ട്രേഡിങ്ങിൻ്റെ ആക്യുറസി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 50 മിനിറ്റ്സിൻ്റെയും 5 മിനിറ്റ്സിൻ്റെയും ചാർട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ ഇൻട്രാഡേയിൽ ബെറ്റർ ഡിസിഷൻസ് എടുക്കുന്നത്. അറ്റ്ലീസ്റ്റ് നമുക്ക് റോങ് ഡിസിഷൻസ് മാക്സിമം കുറയ്ക്കാനെങ്കിലും ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ ടൈം ഫ്രെയിംസിൽ നമ്മൾ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്താനായിട്ട് കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോ പറയാനുള്ളത്. ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ മറ്റു കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്, ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്കൗണ്ട് ബ്രോക്കറേജായ പ്രോഫിറ്റ് മാർട്ടിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പണിംഗ് ഫ്രീ ആണ് പ്രോഫിറ്റ് മാർട്ടിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ശരി.